രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും അത് ശിർക്കല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നിടത്തേക്ക് വരെ ഈ മുസ്ലിയാക്കൾ അതപ്പതിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ലാത്തയെ ആരാധിക്കുന്നത് വരെ, ഉസ്സയെ ആരാധിക്കുന്നത് വരെ അന്ത്യനാൾ ഇവിടെ സംഭവിക്കുകയില്ല എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പിതാ പ്രിയപ്പെട്ടവരെ പുലർന്ന് കാണുകയാണ് ഈ സമൂഹത്തിൽ. ലാത്തേ, മഹാനായ ലാത്തേ എന്ന് വിളിച്ച് തേടിയാൽ അത് ശിർക്കല്ല എന്ന് ഒരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിം സഹോദരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മറ്റൊരു സഖാഫി പറയുന്നുണ്ട്. ആദ്യം ആ ചോദ്യം കേട്ടോളൂ, പിന്നെ അതിന് നൽകുന്ന ഉത്തരവും കേട്ടോളൂ. എത്ര അപകടത്തിലേക്കാണ് ഈ സമുദായത്തെ ഇവർ കൊണ്ടുപോകുന്നത്. ലാത്തേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും തരക്കേടില്ല എന്ന വാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമുദായമേ, ഉണർന്ന് ചിന്തിക്കൂ. ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാന വീരന്മാരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ സമുദായത്തെ രക്ഷിക്കാൻ ദുആ ചെയ്യേണ്ടതുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കേട്ടോളൂ, ആ ചോദ്യം കേട്ടോളൂ, പിന്നെ അതിന്റെ ഉത്തരവും കേട്ടോളൂ. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അല്ലാഹുവിനെ മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ലേ? ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. ലാത്ത എന്ന് വിളിച്ചാൽ ശരിയാകുമെന്നാണ് അതിന് ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന് അഭിപ്രായം എടുക്കുകയും അങ്ങനെ ഒരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഫ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. കണ്ടോ? മനസ്സിലായില്ലേ? ലാത്തേന്ന്, മഹാനായ ലാത്തേന്ന് വിളിച്ചാൽ വിരോധമല്ല. എന്തേ വിശ്വസിക്കൊണ്ടു? അള്ളാഹു കൊടുത്ത കഴിവേ ഉള്ളൂ, വലിയാന്ന് വിശ്വസിച്ചാൽ മതി. ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇനി പ്രിയപ്പെട്ടവരെ, സിറാജ് ഗൈഡിൽ നിന്നുള്ളൊരു വാചകം കൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എന്താണ് അതിൽ പറയുന്നത്? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇനിയിപ്പോ ഇവര് ലാത്തന്റെ പേരിൽ മക്കാമുണ്ടാകും. ആളൊന്നും വേണ്ടല്ലോ, ആളൊന്നും വേണ്ടല്ലോ. ഈജിപ്തിലുള്ള ബദവിക്ക് ഇവിടെ കോഴിക്കോട് മക്കാമുണ്ടല്ലോ. ഇനി മക്കത്തുള്ള ലാത്തക്കും മക്കാമുണ്ടാകും, സംശയമൊന്നുമില്ല. അങ്ങനെ ലാത്തയുടെ പേരിൽ മൗലിദുണ്ടാകും, ലാത്ത മൗലിദുണ്ടാകും, ലാത്തമാലയുണ്ടാകും, ലാത്തയെ വിളിച്ച് തേടുന്ന സദസ്സുണ്ടാകും. ആ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുകയാണ്. നോക്കൂ, ആരാണ് യഹൂദികളിൽ നിന്ന്, ആരാണ് നസ്രാണികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിരിക്കുന്നത്? എവിടേക്കാണ് ഇവർ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? സിസ്റ്റർ അൽഫോൻസ് അമ്മയുടെ മൗലിദ് ഇവർ എഴുതുകയാണ്. സിസ്റ്റർ അൽഫോൻസ് അമ്മയുടെ മൗലിദാണ് ഈ കാണുന്ന സിറാജിൽ കാണുന്നത്. സിറാജ് ഗൈഡാണിത്. സിറാജ് ഗൈഡിൽ സിസ്റ്റർ അൽഫോൻസയെ കുറിച്ച് എഴുതുന്നത് നോക്കിക്കോളൂ. 16 വർഷക്കാലം കഠിനമായ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോഴും പ്രസന്നവദനയായി സഹനത്തിന്റെ ബലിവേദിയിൽ സ്നേഹബലിയായി അവർ ദഹിച്ചു തീരുകയായിരുന്നു. സിസ്റ്റർ അൽഫോൻസയുടെ വിശുദ്ധിയുടെ രഹസ്യപിതായിരുന്നു. അങ്ങനെ അതിങ്ങനെ പറഞ്ഞ് 1910 ഓഗസ്റ്റ് 10 കോട്ടയത്തിനടുത്ത കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് കുടുംബാംഗമായി ജനിച്ച അൽഫോൻസ 7-ാം വയസ്സിൽ ഭരണങ്ങാനത്തുള്ള ക്ലാരിസ്റ്റ് കോൺവെന്റിൽ സന്യാസിനിയായി ചേർന്നു. 1930 സഭാവസ്ത്രം സ്വീകരിച്ചു. അധ്യാപികയായി ജോലി നോക്കി. ഇനി കേട്ടോ, 1946 ജൂലൈ 28 അന്തരിച്ചു. ആ കുഴിമാടത്തിൽ നിന്ന് വിശുദ്ധിയുടെ പ്രകാശം പൊട്ടി വിരിയാൻ തുടങ്ങി. അൽഫോൻസമ്മയുടെ ഖബറിടത്തിൽ നിന്ന് അതാ വിശുദ്ധിയുടെ പ്രകാശം പൊട്ടി വിരിയാൻ തുടങ്ങി. കേട്ടോളൂ, സിറാജുകാരനാണ് എഴുതുന്നത്. പരീക്ഷയിൽ വിജയിക്കാൻ കുഞ്ഞുങ്ങൾ തുടങ്ങി വെച്ച് അൽഫോൻസ വണക്കം അവരുടെ മാതാപിതാക്കളിലേക്കും നാട്ടുകാരിലേക്കും പിന്നെ പുറം നാട്ടിലേക്കും വ്യാപിച്ചു. പരീക്ഷ പാസ്സാകാൻ കുട്ടികൾ ഈ ഖബറിടം സന്ദർശിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഭരണങ്ങാനത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമായി അൽഫോൻസമ്മയുടെ പുണ്യകീർത്തി പ്രസരിച്ചതോടെ വിശുദ്ധ പദപ്രാപ്തിക്കുള്ള നാമകരണ നടപടികൾ ആരംഭിക്കാൻ സഭാധികൃതർ നിർബന്ധിതരായി. ഇങ്ങനെ അൽഫോൻസയെ വിളിച്ച് തേടുന്ന കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സിറാജിൽ എഴുതുകയാണ്. തീർന്നില്ല. ആരാണ് നസ്രാണികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ളത്? ആരാണ് ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ളത്? ആരാണ് ജൂത ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്, ലാത്തയുടെ വിശ്വാസത്തിലേക്ക്, മുശ്രിക്കിന്റെ
വിശ്വാസത്തിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ ഇതാ സിറാജാണിത്. ഈ സിറാജിൽ നോക്കൂ, ഇതാ ഇതിൽ കൊടുത്ത വലിയ പരസ്യം എന്താണ്? പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ 126 മാധ്യസ്ഥ തിരുനാൾ 2002 ഏപ്രിൽ 2021 ശനി ഞായർ ഈസ്റ്റർ കഴിഞ്ഞ് 3-ാം ഞായർ അനുഗ്രഹദായകമായ തിരുക്കർമ്മങ്ങൾ, ഭക്തി നിർഭരമായ വളയെഴുന്നള്ളിപ്പുകൾ, വിശുദ്ധ യൗസേ പിതാവിന്റെ നേർച്ച സദ്യ, നയനാനന്ദകരമായ വൈദ്യുത ദീപാലങ്കാരം, കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രകടനം എന്ന് പറഞ്ഞ് അതാ പാവറട്ടി പള്ളിയിലേക്ക് തീർത്ഥയാത്ര പോകാനുള്ള പരസ്യം നൽകിയിരിച്ച് അതിനുവേണ്ട കാശും വാങ്ങിയിട്ട് ഓഫീസിൽ ഇരിക്കുകയാണ് സിറാജുകാരൻ. ഓ മുസ്ലിമേ, ആരാണ് ജുദായിസത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആരാണ് നസ്രാണിസത്തിലേക്ക് ക്ഷണിക്കുന്നത്? ആരാണ് മുശ്രിക്ക് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് പോലെ ലാത്തെ കാക്കണേ എന്നിടത്തേക്ക് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? നല്ലവണ്ണം ചിന്തിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമുസ്സാ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. എന്റെ ഉമ്മത്തിൽ നിന്ന് ഏതാനും ആളുകൾ, ഏതാനും ഗോത്രക്കാർ മുശ്രിക്കീങ്ങളോട് ചേരുന്നത് വരെ അന്ത്യനാള് സംഭവിക്കൂല. നമ്മുടെ നേതാവിന്റെ ആ പ്രവചനം പുലരുന്നു.